സ്കൂളിൽ എങ്ങനെ ടീച്ചേഴ്സിന്റെ പെറ്റായിരുന്നോ അതോ ആ സമയത്ത് പാട്ട് പാടില്ലായിരുന്നു അല്ലേ? ഞാനങ്ങനെ പാട്ട് പാടുമെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചി നന്നായിട്ട് പാടുമായിരുന്നു. ചേച്ചി നന്നായിട്ട് പാടും. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ചെറുതായിട്ട് മൂളുന്നൊക്കെ കേട്ടിട്ട് ഇവർക്കൊക്കെ അറിയാം ഞാൻ ചെറുതായിട്ട് പാടുന്നു. പക്ഷെ എന്നെ അങ്ങനെ ചേച്ചി മാത്രമാണോ വീട്ടില് പാടുന്ന? പപ്പ പാടുമായിരുന്നു, പപ്പയുടെ പെങ്ങന്മാര് പാടുമായിരുന്നു. ഓ, അപ്പം അത്യാവശ്യം പിന്നെ മമ്മിയുടെ ടേസ്റ്റ് കുടുംബം തന്നെയാണ്. മമ്മിയുടെ ഒരു ബ്രദർ വളരെ നന്നായി, 2 ബ്രദേഴ്സും പാടും. ഒരു ബ്രദർ വളരെ നന്നായിട്ട് പാടുമായിരുന്നു. അദ്ദേഹം കുറച്ചാൾ മുമ്പ് മരിച്ചുപോയി ഒരു ആക്സിഡന്റിൽ. അപ്പോൾ എനിക്ക് അപ്പോൾ എല്ലാ വഴിയിൽ നിന്നും നമുക്ക് അതിൻ്റെ ഒരു ഉള്ളതാണ്. അതുകൊണ്ടാണ് അതങ്ങനെ വളരെ സിമ്പിളായിട്ട് ആ സമയത്ത് പാടി. അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് ഒരാൾക്ക് അങ്ങനെ പാടി വരാൻ. അതെ അതെ, അത് എപ്പോഴും ഒരു ഇൻബോൺ ടാലന്റ് തന്നെ, എന്തെങ്കിലും ഒരു ടാലന്റ് എവിടെയെങ്കിലും അതെ, ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ടുള്ള ഇതാണ്. അപ്പൊ ലിബിൻ എപ്പോഴാണ് പാട്ട് പഠിക്കാൻ ഇതൊരു എന്താ പറയാ പ്രൊഫഷനായിട്ട് പഠിക്കണം എന്ന് തോന്നിയിട്ടുള്ള സമയം എപ്പോഴായിരുന്നു? അതായത് എനിക്ക് അങ്ങനെ പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം തോന്നിയത് വളരെ ലേറ്റ് ആയിട്ടാണ്. എന്നെ ചേച്ചി പഠിക്കുന്ന സമയത്തൊക്കെ പഠിക്കാനൊക്കെ കൊണ്ടിരുത്തിയിരുന്നു, പക്ഷെ ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ വളരെ ലേറ്റായിട്ടൊരു ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് പാട്ട് പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ഞാൻ പഠിക്കാൻ പോയിട്ടുണ്ട്, പക്ഷെ പഠിച്ചിട്ടില്ല. 2-3 ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ തിരിച്ചു വന്നു. അതെ.